ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മണ്ടാല ഡിസൈൻസ് ആണ് പഠിക്കുന്നത് കേട്ടോ. മണ്ടാല ഡിസൈൻസ് കൂടുതലായിട്ടും റൗണ്ടിലായിരിക്കും വരിക. അപ്പോൾ ഇതിന് കൂടുതലായിട്ടും കാണുന്നത് റൗണ്ടിൽ തന്നെയാണ്. ആദ്യം ഒരു റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു റൗണ്ട് വരയ്ക്കുക, അതിൻ്റെ മുകളിലായിട്ട് ഒരു റൗണ്ട് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഹംസ് വരച്ച് കൊടുക്കുന്നുണ്ട്. നടുവിലുള്ള ഭാഗം ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രില്ല് ചെയ്തെടുക്കില്ല, അതുപോലെ ഒരു പെറ്റൽ പോലെ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് 2 ഹാഫ് റൗണ്ട് ചെയ്ത് കൊടുക്കുക. 4 സൈഡുകളിലായിട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ, ഈക്വലായിട്ട് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി വരുന്ന ഭാഗങ്ങളിലും ഇതുപോലെ പെറ്റൽസുകൾ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കണ്ടില്ലേ, ആ വരച്ച ഒരു ഹാഫ് റൗണ്ടിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ ഒരു കോണായിട്ട് കാണുന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ വരച്ചതുപോലത്തെ പെറ്റലുകൾ വരച്ച് കൊടുക്കുക കേട്ടോ. അതായത് അതിൽ നിന്ന് ഹാഫ് റൗണ്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഫില്ല് ചെയ്തെടുക്കുക. മുകളിലായിട്ട് 2 എണ്ണം കൂടി വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഇതുപോലെ സൈഡ് വരും. അത് വരച്ചതിന് ശേഷം വീണ്ടും വരും ഇതുപോലത്തെ സൈഡുകൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വേറെ പെറ്റലുകൾ ഇതുപോലെ തന്നെ കുറച്ച് അത്യാവശ്യം വലിയ റൗണ്ട് പോലെ ആവുന്ന രീതിയിൽ ഇതുപോലത്തെ പെറ്റലുകൾ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ ഒരു വിടവ് സൈഡുകളുണ്ട്, അവിടെ 3 വൈൻസ് ഇതുപോലെ കൊടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു ഹാഫ് റൗണ്ടിൻ്റെയൊക്കെ മുകളിലായിട്ട് ഡോട്ട്സും ഇട്ട് കൊടുക്കാം. രണ്ടാമതായിട്ട് ഒരു റൗണ്ട് വരച്ച് കൊടുക്കുക. നന്നായിട്ട് ഗ്രിഡിനൊക്കെ ചെയ്തതുപോലെ നടുവിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് നല്ല രീതിയിൽ തിക്ക് ചെയ്ത് ഡാർക്ക് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തിൻ ലൈൻ വെച്ച് റൗണ്ടും കൂടെ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഹംസ് വരച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് തന്നെയാണ് എല്ലാ ഡിസൈൻസും വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതുപോലെ സോള് വരച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ അത് നല്ല വൈഡായിട്ടാണ് ഒരു റൗണ്ട് പോലെ കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിൻ്റെ നടുവിൽ കണ്ടില്ലേ, ഇതുപോലെ വരച്ചാണ് കൊണ്ടുവരിക. അപ്പോൾ ഒന്നിനോട് നോക്കി നിൽക്കുന്ന രീതിയിൽ വേണം ഇതിൻ്റെ സോളുകൾ വരച്ചെടുക്കാൻ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ 3 പെറ്റൽസ് 3 ലീഫുകൾ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ സൈഡുകളിലും അതിൻ്റെ ആ ഒരു വശത്ത് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ സോളിൻ്റെ നടുവിൽ നോക്കിയാൽ കാണാം കുറച്ച് വിടവുകളുണ്ട്. ആ വിടവുകളും ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് ഔട്ട്ലൈൻ ജസ്റ്റ് ഒന്ന് ഡാർക്കിനും കൂടെ ചെയ്ത് കൊടുക്കണം. പിന്നെ കണ്ടില്ലേ, അവിടെ ആ ഒരു സോളിൻ്റെ ഇടയിലായിട്ട് ഒരു കോൺ പോലെ വരുന്ന ഒരു വിടവിൽ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തേത് ഒരു ചെറിയ റൗണ്ട് വരച്ചെടുത്തിട്ട് അതിൻ്റെ അകം ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ ആയിട്ട് ഒരു ചെറിയ റൗണ്ടും കൂടെ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലാണ് ഹംസ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രിൽസിനൊക്കെ ചെയ്യില്ലേ, പക്ഷെ ഫ്രിൽസ് നമ്മൾ അടുപ്പിച്ചാണല്ലേ ചെയ്യുക. ഇതിനകത്ത് നമ്മൾ പെറ്റൽ ചെയ്യും പോലെ കുറച്ച് വിടവ് ഇട്ടിട്ടാണ് ചെയ്യുക കണ്ടോ. ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ ഇതുപോലെ സർക്കിൾ വരച്ചെടുക്കുക. അതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഫ്രില്ല് ചെയ്യുന്നതിനേയും കാട്ടി വേറൊരു രീതിയിലായിരിക്കും അവിടെ നടുവിൽ നമുക്ക് ചെയ്ത് കിട്ടുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു റൗണ്ട് വരച്ച് കൊടുത്തിട്ട് സോള് 4 സൈഡിലായിട്ട് പാർട്ടീഷൻ ചെയ്ത് വരയ്ക്കുക കേട്ടോ. ഈ റൗണ്ട് വരയ്ക്കുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ ഇതുപോലെ പാർട്ടീഷൻ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്ത് ചെയ്താലും, പെറ്റൽ ചെയ്താലും ഈ സോള് ചെയ്താലും കേട്ടോ.
അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഈക്വലായിട്ട് കിട്ടുക. പിന്നെ 3 ടിയർ ഡ്രോപ്സും ഡോട്ട്സുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വീണ്ടും റൗണ്ട് വരച്ച് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് മുകളിലായിട്ട് ഒരു റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഹംസ വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ കണ്ടില്ലേ, ഒരു റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു റൗണ്ട് വരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 4 പാർട്ടീഷൻ ചെയ്ത് അതിൻ്റെ ഇടയിലുള്ള ഭാഗം ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു റൗണ്ട് വരച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഡോട്ട്സുകൾ ഇട്ട് കൊടുക്കാം. ചെറിയൊരു മണ്ടാല ഡിസൈനാണത്. 5ാമതായിട്ട് സുവള് വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഹംസ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ഫ്രിൽസ് വരയ്ക്കുക അതുപോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു റൗണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു വിടവുകളെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. കണ്ടില്ല, നമ്മൾ ഈ ഫ്രില്ല് വെച്ച് ചെയ്യുന്നതും നേരത്തെ ഒരു പെറ്റൽ പോലെ ചെയ്തെടുക്കുന്നതും അതിൻ്റെ ആ ഒരു നടുവിലുള്ള ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിലായിട്ട് ഒരു റൗണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഹംസും കൂടെ ചെയ്തെടുക്കാം. ഇത് നമ്മൾ വൈൻസ് വെച്ചിട്ട് ചെയ്യുന്നതായതുകൊണ്ട് വൈൻസ് നമ്മൾ ചെയ്ത ഹംസിൽ തട്ടാൻ സാധ്യത ഉള്ളത് കൊണ്ട് കുറച്ച് അകത്ത് വേണം നമ്മൾ ഏറ്റവും ഔട്ട്ലൈനായിട്ട് കൊടുക്കുന്ന ആ ഒരു റൗണ്ട് വരച്ചെടുക്കാൻ. എന്നിട്ട് അതിൽ കണ്ടില്ലേ, കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്തെടുക്കാൻ. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അത് ശരിയായിക്കോളൂ കേട്ടോ. ഇങ്ങനെ വൈൻസ് വരച്ച് കൊടുക്കാം. ആറാമതായിട്ട് ഒരു ബോൾഡർ റോസ് വരുന്ന രീതിയാണ് കേട്ടോ. നടുവിലായിട്ട് നമ്മൾ ബോൾഡർ റോസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു റൗണ്ട് വരച്ച് കൊടുത്തിട്ടാണ് നടുവിൽ ഇതുപോലെ സോളുകൾ വരച്ച് കൊടുക്കുക കേട്ടോ. അതായത് ബോൾഡർ റോസിൻ്റെ ചുറ്റിലും ഇതുപോലെ സോളുകൾ വരച്ച് കൊടുക്കുക. തിന്നായിട്ട് വേണം സോള് വരയ്ക്കാൻ കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് തിക്ക് ചെയ്ത് ഡാർക്കൈൻ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ റൗണ്ട് വരച്ചിട്ട് എന്ത് ചെയ്യുക, ഹംസ് ചെയ്തെടുക്കുക കേട്ടോ. സോള് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഹംസ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ 4 സൈഡിലും പാർട്ടീഷൻ ചെയ്ത് വരച്ചെടുത്താൽ കേട്ടോ. ഇനി അതിൻ്റെ ഒരു വിടവിലില്ല, കോൺ പോലെ നിൽക്കുന്ന അവിടെ ഒരു ടിയർ ഡ്രോപ്സ്, പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 7ാമതായിട്ട് ഒരു റൗണ്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ നടുവിലായിട്ട് താമര വരച്ചെടുക്കുക കേട്ടോ. ഇതുപോലത്തെ ഡിസൈനുകൾ കൂടുതലായിട്ടും കാണുന്നതാണ്. ഇത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈനുകളാണ് കേട്ടോ. നമ്മൾ ഈ നടുവിൽ താമര വരച്ചതിന് ഇപ്പോൾ പകരം നമുക്ക് വേറെ നമ്മൾ പഠിച്ച ഫ്ലവറുകളില്ലേ, അതിൽ റോസ് ഫ്ലവർ, പിന്നെ നമ്മൾ സാധാരണ വരച്ച ഫ്ലവറുകളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഒരു സുവളം റൗണ്ടും ലീഫും ഒരു ഫ്ലവറുമാണ് നടുവിൽ വരേണ്ടത് കേട്ടോ. മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു റൗണ്ട് ചെയ്തെടുത്തിട്ട് അതിലാണ് ഹംസ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഒരു സോള് വരച്ച് കൊടുത്തിട്ട് ഇതുപോലെ വൈൻസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സോള് വൈൻസ് അങ്ങനെ വരുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. വൈൻസ് ചെയ്യുമ്പോൾ 3 വൈൻസാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതെല്ലാം ചെയ്തതിന് ശേഷം ആ ഒരു സോളില്ലേ അതൊന്ന് ഔട്ട്ലൈൻ ഡാർക്കൈനും കൂടെ ചെയ്ത് കൊടുക്കണം. എട്ടാമതായിട്ട് ഒരു റോസ് ഫ്ലവർ വെച്ചിട്ട് ചെയ്തെടുക്കാം. നമ്മളൊരു സോൾ വരച്ചിട്ട് 3 പെറ്റൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് 5 പെറ്റലുകൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റോസ് ഫ്ലവർ വരയ്ക്കാൻ പഠിച്ചാണല്ലോ. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് വേവി ആയിട്ട് വേണം അതിൻ്റെ പെറ്റൽസ് വരച്ചെടുക്കാൻ. എന്നിട്ട് സൈഡിലായിട്ട് 3 പെറ്റലുകളുള്ള 2 ചെറിയ റോസും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടകളിലായിട്ട് കണ്ടില്ലേ ഇതുപോലെ ലീഫുകൾ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു ബഞ്ചായിട്ട്, ഒരു ഫ്ലവർ ബഞ്ചായിട്ട് ഒന്ന് വളച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ.
കണ്ടില്ലേ? എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേണം ഇതുപോലെ ഹാഫ് റൗണ്ട് ചെയ്തെടുക്കാൻ. അതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ ഹാഫ് റൗണ്ടും കൂടെ തിൻ ലൈനിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ചെറിയ ചെറിയ വരകൾ മുഴുവനായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഏറ്റവും ചെറുതാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി. ഇനി ഈ വരച്ച വരകളിലാണ് നമ്മൾ ഇതുപോലത്തെ തിക്കായിട്ടുള്ള സോള് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കണ്ടില്ലേ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ വരച്ചതാണ് നിങ്ങൾ ആ സൈഡിൽ കാണുന്നത്. അത് കൈ തട്ടി കുറച്ച് ഡാമേജ് ആയി പോയിട്ടുണ്ട്. രണ്ടാമതൊന്ന് വരച്ചതാണ് കേട്ടോ. ഇനി 9ാമതായിട്ട് ഒരു സ്ക്വയർ വെച്ച് നമുക്ക് മണ്ടാല ഡിസൈൻസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു സ്ക്വയർ വരച്ചിട്ട് നമ്മൾ ഗ്രിഡിലൊക്കെ ചെയ്തെടുത്തതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്ക്വയർ വരച്ചത് നമ്മൾ എങ്ങനെയാണ് തിക്ക് ലൈൻ ചെയ്തെടുക്കുക അതുപോലെ ഒന്ന് തിക്ക് ലൈൻ ചെയ്തെടുക്കുക. എന്നിട്ട് കണ്ടില്ലേ ഈ 4 സൈഡിൽ നിന്ന് ഇതുപോലെ ചെറിയ വരകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെ നമുക്ക് ആ നടുവിൽ കിട്ടും. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചതുരങ്ങൾ വരച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ടുണ്ട് ഒരു സോള വരച്ചിട്ട് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ വൈൻസുകൾ വരച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു നടുവിലുള്ള ഭാഗത്ത് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇനി 10ാമതായിട്ട് ഒരു റൗണ്ട് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുവിൽ സുവള് വൈന് അങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. ഇതും കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ളത് നല്ല നമ്മൾ കൂടുതൽ കാണുന്നതായിട്ടുള്ള ഡിസൈൻസാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു റൗണ്ട് വരച്ചിട്ട് അതിനൊന്ന് തിക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു തിൻ ലൈനിൽ റൗണ്ട് വരച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഹംസ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബോൾഡ് റോസിൻ്റെ പല വിധങ്ങൾ പഠിച്ചില്ലേ, അതിലൊരു ബോൾഡ് റോസിൻ്റെ ഒരു രീതിയാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ ഒരു സൈഡിലായിട്ട് ഒരു വൈനും വരച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് 10ാമത്തെ വന്നിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.